പോലീസ് തന്നെ പ്രദർശന വസ്തുവാക്കുന്നു. പൊതുജന വിചാരണയ്ക്ക് എറിഞ്ഞുകൊടുക്കുന്നു. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ SITക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണമാണിത്. പോലീസ് കസ്റ്റഡിയെ എതിർത്ത് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ പരാമർശങ്ങളുള്ളത്. എന്നാൽ ജാമ്യം നൽകിയാൽ അതിജീവിതയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും ഇയാൾ സമാന കേസുകളിൽ പ്രതിയെന്നുമാണ് പോലീസ് വാദങ്ങൾ. അതിനിടെ രാഹുലിനെ 3 ദിവസത്തേക്ക് കോടതി SIT കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയെ പാലക്കാടടക്കം എത്തിച്ച് തെളിവെടുക്കും. കോടതിക്ക് പുറത്ത് DYFI യുവമോർച്ച പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പാലക്കാട് നടന്ന പരിശോധനയിൽ രാഹുലിന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തേക്കാണ് തിരുവല്ല JFCM കോടതി SIT കസ്റ്റഡിയിൽ വിട്ടത്. ജനുവരി 15 വൈകിട്ട് രാഹുലിനെ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് SIT കോടതിയിൽ സമർപ്പിച്ചത്. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും മുൻപ് ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. പരാതിക്കാരിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ്. മൊഴിയെടുത്താൽ 3 ദിവസത്തിനകം ഒപ്പിടണമെന്നത് പാലിച്ചില്ല. കേസെടുത്തതുപോലും നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. അറസ്റ്റ് നോട്ടീസിൽ ഒപ്പിടാത്തത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു. 2 സാക്ഷികളുടെ സാന്നിധ്യമുണ്ടാകണമെന്ന ചട്ടം പാലിച്ചില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി. ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മൂന്നാമതൊരു കേസ് വരുന്നത്. കണ്ടെടുക്കാനായി തെളിവുകളില്ലെന്നും മെനഞ്ഞെടുത്ത കഥയാണെന്നും പ്രതിഭാഗം വാദിച്ചു. ഇലക്ട്രോണിക് വസ്തുക്കൾ കണ്ടെടുക്കാൻ ഉണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പാലക്കാട് കൊണ്ടുപോയി തെളിവെടുക്കണമെന്നും 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. തുടർന്നാണ് കോടതി രാഹുലിനെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും കോടതിക്ക് പുറത്തും DYFI യുവമോർച്ച പ്രവർത്തകർ വൻ പ്രതിഷേധമുയർത്തി. രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനിടെ പാലക്കാട് KPM ഹോട്ടലിൽ നടന്ന പരിശോധനയിൽ രാഹുലിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്തി. രാഹുലിന്റെ പേഴ്സണൽ ഫോണുകളിൽ ഒന്നാണ് പോലീസ് കണ്ടെടുത്തത്. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ലാപ്ടോപ്പ് എവിടെയെന്ന് വെളിപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. പാലക്കാട് വാങ്ങാൻ ഉദ്ദേശിച്ച ഫ്ളാറ്റിന്റെ ബിൽഡറുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അതേസമയം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ രാഹുലിനെതിരായ ആദ്യ കേസിലെ അതിജീവിത DGPക്ക് പരാതി നൽകി. രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ശ്രീനാദേവിയുടെ ഫേസ്ബുക്ക് ലൈവിന് പിന്നാലെയാണ് സൈബർ അധിക്ഷേപം നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി യുവതി പരാതി നൽകിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.